അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ പഠിക്കുന്ന ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ആ അധ്യായത്തിലെ 11 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 12ാമത്തെ ആയത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ വല്ലദീന ഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ വല്ലദീന ഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഈ 4 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. അമാനത്തുമായി ബന്ധപ്പെട്ട വിഷയം, നമസ്കാരം കൃത്യതയോടുകൂടെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ വിജയികളായ ആളുകളുടെ അടയാളങ്ങൾ പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസ്, അവരതിൽ നിത്യവാസികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ ഈ അധ്യായത്തിലെ 12ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് പറഞ്ഞു തരികയാണ്. ഇനി വരാൻ പോകുന്ന ആയത്തുകൾ ഏതൊരു മനുഷ്യൻ വായിച്ചാലും ഏതൊരു മനുഷ്യൻ പഠിച്ചാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുമുള്ള അവസരം ലഭിക്കുന്ന ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ആയത്തുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. ഇതാണ് 12ാമത്തെ ആയത്ത്. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. എന്താണ് ഈ ആയത്തിൻ്റെ അർത്ഥം? തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഒറ്റവാചകത്തിലുള്ള അർത്ഥം അതാണ്. തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ ഓരോ വാക്കുകളുടെ അർത്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ വലഖദ് തീർച്ചയായും, വലഖദ് തീർച്ചയായും, ഖലഖ്ന ഖലഖ സൃഷ്ടിച്ചു, ഖലഖ്ന നാം സൃഷ്ടിച്ചു, ഖലഖ്ന നാം സൃഷ്ടിച്ചു, അൽ ഇൻസാന മനുഷ്യനെ, ഇൻസാൻ മനുഷ്യൻ, അൽ ഇൻസാൻ മനുഷ്യന്, മിൻ നിന്ന്, മിൻ എന്ന് പറഞ്ഞാൽ മിനൽ മദ്റസ മിനൽ മസ്ജിദി എന്നൊക്കെ പറഞ്ഞാൽ മിൻ നിന്ന് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ വലഖദ് തീർച്ചയായും, ഖലഖ്ന നാം സൃഷ്ടിച്ചു, അൽ ഇൻസാന മനുഷ്യനെ, മിൻ നിന്ന്, സുലാലത്തിൻ സുലാലത്തി എന്ന് പറഞ്ഞാൽ സത്ത അല്ലെങ്കിൽ സത്ത്, ഉത്കൃഷ്ട ഭാഗം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മളത് വിശദീകരിക്കും. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്, തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ്. അപ്പം എന്താ അല്ലാഹു പറയുന്നത്? തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നും നാം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതാണ് 12ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. മനുഷ്യനെ നാം തീർച്ചയായും സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന പാഠമെന്താണ് എന്ന് ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തഫ്സീറുകളിലേക്ക് പ്രവേശിക്കാതെ തന്നെ
നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. മനുഷ്യൻ്റെ ആദിമ ഉത്ഭവത്തെക്കുറിച്ചാണ് ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. മനുഷ്യൻ്റെ തുടക്കം, മനുഷ്യവർഗത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. പലതരത്തിലുള്ള തെറ്റായ വിശ്വാസങ്ങളും സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. മനുഷ്യൻ കുരങ്ങുന്നുണ്ടായതാണ് അല്ലേ, അങ്ങനെയുള്ള പല രീതിയിൽ പല സിദ്ധാന്തങ്ങളും ആളുകൾ അവതരിപ്പിക്കാറുണ്ട്. പിന്നെ പരിണാമ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന ആളുകളുണ്ട്, യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിലാണ് ഖുർആൻ സംസാരിക്കുന്നത്. കാരണം ഇത് ദൈവീകമാണ്, ഇത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചവൻ പടച്ചവനാണ്. അപ്പം അള്ളാഹുവിനാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എങ്ങനെയാണ്, അതെങ്ങനെയാണ് തുടരുന്നത്, അതൊക്കെ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ സാധിക്കുന്നത്. ആ അള്ളാഹ് പറഞ്ഞു, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ്. ഈ ആയത്തിൻ്റെ തൊട്ടുപിറകെയുള്ള ആയത്തിൽ, ഈ ആയത്ത് കഴിഞ്ഞ 12-ാമത്തെ ആയത്ത് കഴിഞ്ഞാലുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ നുതുഫയെക്കുറിച്ച്, അലഖയെക്കുറിച്ച്, മുദഖയെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ നടക്കുന്ന വിവിധ വളർച്ചാ ഘട്ടങ്ങളെക്കുറിച്ച് അള്ളാഹു വിശദീകരിക്കുന്നത്. നമ്മളത് പഠിക്കും, നമ്മളത് മനസ്സിലാക്കും. എന്നാൽ ആ ഘട്ടങ്ങളുടെ എല്ലാം അതിൻ്റെ അസിലെന്താണ്, അതിൻ്റെ അടിത്തറ എന്താണ്, ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. ആ കുഞ്ഞിൻ്റെ ആദിമ രൂപം എന്താണ്, ആദിമ സൃഷ്ടി എങ്ങനെയാണ്, അതാണ് അള്ളാഹു പറയുന്നത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ തീൻ വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യനെ നാം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യനായ ആദം നബിയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. തഫ്സീർ ഇബ്നു കതീറിൽ മഹാനായ ഇമാം ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, യഖൂലു തആല മുഖ്ബിറൻ അൻ ഇബ്തിദാഇ ഖൽഖിൽ ഇൻസാനി മിൻ സുലാലത്തിൻ മിൻ തീൻ വഹുവ ആദമു അലൈഹിസ്സലാം ഖലഖഹു അല്ലാഹു മിൻ സൽസാലിൻ മിൻ ഹമാഇൻ മസ്നൂൻ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താ അദ്ദേഹം പറയുന്നത്? മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് അള്ളാഹു ഇവിടെ വിവരിക്കുന്നു. ഈ ആയത്തിലൂടെ അള്ളാഹു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കമാണ് പറയുന്നത്. മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ആ സൃഷ്ടിപ്പ് ആരെയാണ്? ആദം നബി അലൈഹിസ്സലാമിനെയാണ്. അള്ളാഹു അദ്ദേഹത്തെ കറുത്ത ചളി പരുവത്തിലുള്ള ഉണങ്ങിയ കളിമണ്ണിൽ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആദം നബി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ വിവരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആയത്ത് പഠിക്കുന്ന ഒരു വിശ്വാസി, ഒരു പഠിതാവ് എന്ന നിലയിൽ നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദം ഏതാണ്? സുലാല. സുലാലത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ നിന്ന് വളരെ സൂക്ഷ്മമായി വേർതിരിച്ചെടുത്ത സത്തയാണ് സുലാലത്ത്. മനസ്സിലായില്ലേ? വേർതിരിച്ചെടുത്ത സത്ത, അതാണ് സുലാലത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിൻ്റെ സത്തയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഒന്നാമത്തെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സുലാലത്ത് എന്ന വാക്കിന് നൽകുന്ന ഭാഷാപരമായ വിശദീകരണം, അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിവേദനത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അൽ ഖൗലു ഫീ തഅവീലി ഖൗലിഹി തആല വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ വസ്സുലാല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നത്, പിന്നെ ഏതൊരു വസ്തുവിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന, ഊറ്റിയെടുക്കുന്ന ഭാഗമാണ് സുലാലത്ത്. അതാണ് സത്ത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് മണ്ണിൻ്റെ നനവുള്ള ശുദ്ധമായ സത്തയാകുന്നു എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇൻസാൻ എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തിൽ വലഖദ് ഖലഖനൽ ഇൻസാന എന്ന പ്രയോഗമുണ്ട്. അതിലെ ഇൻസാൻ എന്ന പദത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇൻസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിനെയാണ്. അപ്പം എന്താണ് ഈ ആയത്ത് നമുക്ക് പഠിക്കാനുള്ളത്? അള്ളാഹു പറയുന്നത് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. വാക്കർത്ഥം നമ്മൾ കേട്ടു. വലഖദ് എന്ന് പറഞ്ഞാൽ, ഖലഖന എന്ന് പറഞ്ഞാൽ, വലഖദ് ഖലഖനൽ ഇൻസാൻ, ഈ മനുഷ്യൻ എന്ന് നമ്മൾ പഠിച്ചു. സുലാലത്ത് സത്തയാണെന്ന് പറഞ്ഞു. തീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണെന്ന് പറഞ്ഞു. അപ്പം കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ആദം നബിയെ, ഒന്നാമത്തെ മനുഷ്യനായ ആദം നബിയെ പടച്ചു.
അതാണ് ലോകത്തിലെ ഒന്നാമത്തെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം. അതാണ് ചില ഹദീത്തുകളിൽ കാണാം അള്ളാഹുവിൻ്റെ രൂപത്തിൽ മിൻ സൂറത്തി എന്നൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് വളരെ വിശാലമായ മേഖലയാണ്, സമയം കുറവുള്ളത് കൊണ്ട് അങ്ങോട്ട് നമ്മൾ പ്രവേശിക്കുന്നില്ല. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ മൂലകങ്ങളും മണ്ണിൽ നിലനിൽക്കുന്നവ തന്നെയാണ്. മനുഷ്യൻ ഭൂമി മുളപ്പിക്കുന്ന ആഹാരമാണ് കഴിക്കുന്നത്. ഈ ആഹാരത്തിൽ നിന്നാണ് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വളരെ ശാസ്ത്രീയമായി കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആയത്ത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എന്താ, ആദ്യത്തെ മനുഷ്യൻ കുരങ്ങനല്ല, പരിണാമ സിദ്ധാന്തമല്ല നമ്മുടെ സിദ്ധാന്തം, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യവർഗത്തിലെ ആദ്യത്തെ സൃഷ്ടിയായി ആദം നബിയെ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് എന്ത് ചെയ്തു, സൃഷ്ടിച്ചു. ഇതാണ് നമ്മുടെ അഖീദ, ഇതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ അടിത്തറ അതാണ്, മനുഷ്യൻ്റെ അടിത്തറ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ചില ബോധ്യങ്ങൾ ഉണ്ടാവണം, ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഒന്ന്, വിനയത്തിൻ്റെ ഏറ്റവും വലിയൊരു പാഠം ഈ ആയത്ത് നമുക്ക് പകർന്നു നൽകുന്നുണ്ട്. നമ്മളെത്ര ഉന്നതമായ പദവികളെത്തിയാലും നമ്മുടെ ഉത്ഭവം എങ്ങനെയാണ്, നമ്മുടെ തുടക്കം എങ്ങനെയാണ്, മണ്ണിൽ നിന്നാണ്. നമ്മൾ മണ്ണിൽ നിന്നുണ്ടായവരാണ്. അതുകൊണ്ട് തന്നെ അഹങ്കരിക്കാൻ ഒരു വകയില്ലാത്ത ആൾക്കാരാണ്, വിനയം കാണിക്കേണ്ട ആൾക്കാരാണ്. ഈ ചിന്ത നമുക്ക് വിനയം വളർത്തും. നമ്മുടെ തുടക്കത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിനയമുള്ളവരാകാൻ. നമ്മൾ ദുർബലരാണ്, നമ്മൾ അശക്തരാണ്, മനസ്സിലായില്ലേ? അതാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ മഹാനായ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ സദസ്സിലേക്ക് മുത്തരിഫ് ബിൻ അബ്ദില്ല റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വളരെ ഗാംഭീര്യമുള്ള പക്വതയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഹജ്ജാജ് ചോദിക്കുന്നുണ്ട്, താങ്കൾ ആരാണ്, അല്ലെങ്കിൽ താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം കൊടുത്ത മറുപടി പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, അവ്വലുഹു നുത്ഫത്തുൻ മദിറ വആഖിറുഹു ജീഫത്തുൻ ഖദിറ വഹുവ ബൈന ദാലിക യഹ്മിലുൽ അദിറ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നിസാരമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. എൻ്റെ ആരംഭം എങ്ങനെയാണ്? ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. അവൻ്റെ ഒടുക്കമാകട്ടെ ജീഫയാണ്, വൃത്തികെട്ട ഒരു ശവമാണ്. മരിച്ചു കഴിഞ്ഞാൽ ശവമാണ്, മയ്യത്താണ്. അത് മണ്ണിൽ വെച്ചാൽ എന്തു ചെയ്യും? അത് ദ്രവിച്ച് മണ്ണിനോട് ചേർന്ന് പോകും, ജീഫയാണ്. അതേപോലെ തന്നെ ഈ ഇന്ദ്രിയത്തുള്ളിയുടെയും ജീഫയാകുന്നതിൻ്റെയും ഇടയിൽ അവൻ മലവും ചുമന്ന് കാഷ്ടം ചുമന്നാണ് അവൻ ജീവിക്കുന്നത്. അഥവാ ദുർബലനാണ് മനുഷ്യനെന്ന് മുത്തരിഫ് ബിൻ അബ്ദില്ല റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വാചകം നമുക്ക് വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠതാണ്. സഹോദരങ്ങളെ, നമ്മൾ ദുർബലരാണ്, അഹങ്കരിക്കാൻ നമുക്കെന്തില്ല, വകയില്ല എന്നുള്ള ഏറ്റവും വലിയൊരു പാഠം ഈ ആയത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ കഴിവ് നമ്മൾ അടുത്ത ആയത്ത് കൂടെ പഠിക്കുമ്പോൾ നമുക്കതൊന്നുകൂടെ വ്യക്തമാകും. ജീവനില്ലാത്ത, ചലനമില്ലാത്ത വെറും മണ്ണിൽ നിന്ന് ഇത്രയധികം ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിവുള്ള അത്ഭുത ജീവിയായ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുക. പടച്ചവൻ്റെ കഴിവാലോചിച്ച് നോക്കൂ നിങ്ങൾ. നമുക്ക് പല രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൊത്തിയുള്ള മരത്തിൽ നിന്ന്, കല്ലിൽ നിന്നൊക്കെ പ്രതിമകളെ കൊത്തിയുണ്ടാക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. എന്നാൽ ഒരു മുൻ മാതൃകയുമില്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംവിധാനിച്ചവനാരാ? പടച്ചവനാണ്. ഒരു മുൻ മാതൃക അല്ല പടച്ചവന് അല്ലേ? കളിമണ്ണിൽ നിന്ന് അല്ലാഹു എന്ത് ചെയ്തു? നമ്മുടെ രൂപത്തെ ശരിപ്പെടുത്തി. അങ്ങനെ ആ രൂപത്തെ ശരിപ്പെടുത്തി അതിൽ റൂഹൂതി, അതിന് ആത്മാവ് നൽകി, ജീവൻ നൽകി, ചിന്തിക്കാനുള്ള കഴിവ്, കാണാനുള്ള കഴിവ്, കേൾക്കാനുള്ള കഴിവ്. എത്ര അത്ഭുതകരമാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. അതാണ് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു പാഠം. അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കണം. മൂന്നാമത്തെ കാര്യം, മടങ്ങേണ്ടത് മണ്ണിലേക്കാണ്. നമ്മൾ മടങ്ങാനുള്ളത് എവിടുക്ക? ഏതൊരു മണ്ണിൽ നിന്നാണോ നമ്മളെ സൃഷ്ടിച്ചത് ആ മണ്ണിൽ തന്നെ ലയിച്ചു ചേരും നമ്മൾ, ആ മണ്ണിൽ തന്നെ ദ്രവിച്ചു തീരും നമ്മൾ. പിന്നെ എങ്ങനെ നമ്മൾ അഹങ്കരിക്കുക? പിന്നെ എങ്ങനെ നമ്മൾ വിനയം കാണിക്കാതിരിക്കുക? ഇത് ഈ ആയത്ത് പഠിപ്പിക്കുന്ന പാഠമാണ്. മണ്ണിൽ നിന്ന് തുടങ്ങിയ ജീവിതം ഒടുവിൽ അവസാനിക്കുന്നതും മണ്ണിലേക്കാണ് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു പറയുന്നുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറ എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ മണ്ണിൽ നിന്ന് വന്നവരാ, ആ മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യും? വീണ്ടും നമ്മൾ അതിലേക്ക് പോകും, അവിടുന്ന് വീണ്ടും എന്ത് ചെയ്യും? അല്ലാഹു നമ്മളെ പുനർജീവിപ്പിക്കും. ഇതാണ് നമ്മുടെ അഖീദ.
അപ്പോൾ ഈ ആയത്തിൽ നിന്ന് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, വളരെ ഗൗരവമുള്ളൊരായത്താണ്. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു തന്നു. ആദം നബിയെ സൃഷ്ടിച്ച രംഗമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. സുലാലത്തി എന്ന പദം പ്രത്യേകമായി പഠിക്കണം. അത് സത്തയാണ്, അതൊരു സത്തയാണ്. ഒരു കളിമണ്ണിൻ്റെ സത്തയിൽ നിന്നാണ് നമ്മുടെ തുടക്കം എന്നുള്ളത് കാണാൻ സാധിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നത് 13-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ പ്രഥമഘട്ടമായ മണ്ണിൻ്റെ സത്തിൽ നിന്നുള്ള നിർമ്മിതിക്ക് ശേഷം മനുഷ്യവർഗത്തിൻ്റെ തുടർച്ച എങ്ങനെയാണ് സാധ്യമാകുന്നത്, മനുഷ്യവർഗത്തിൻ്റെ തുടർച്ച ഉണ്ടാകുന്നത് അതെങ്ങനെയാണ്, അതാണ് ഇനിയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞു ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ ثُمَّ جَعَلْنَاهُ نُطْفَةً فِي قَرَارٍ مَكِينٍ. ശബ്ദത്തിൽ ചെറിയ ചില പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പാരായണത്തിൽ പൂർണ്ണമായിട്ട് അതിൽ എന്താ പറയുക, പിന്നെ നിയമങ്ങൾ പാലിച്ച് പാരായണം ചെറിയ പ്രയാസമുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം എന്ന് അറിയിക്കുന്നു. അപ്പോൾ ثُمَّ جَعَلْنَاهُ نُطْفَةً ഫീ ഖറാറിൻ മക്കീൻ, ഇതാണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്. ثُمَّ جَعَلْنَاهُ نُطْفَةً ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് സുരക്ഷിതമായ ഒരു സങ്കേതത്തിൽ അവനെ നാം ഒരു ബീജഗണമാക്കി വെച്ചു. അവനെ നാം ഒരു ബീജഗണമാക്കി വെച്ചു. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നീട്. ജഅൽനാഹു ജഅല ആക്കി, ജഅൽനാഹു അവനെ നാം ആക്കി, ജഅൽനാഹു അവനെ നാം ആക്കി, നുതുഫത്തൻ ഒരു ബീജഗണം, ഫി എന്ന് പറഞ്ഞാൽ ഇൽ ഉള്ളിൽ എന്നൊക്കെ അർത്ഥം, ഫിൽ ജൈബി ഫിൽ ബൈത്തി, ഫിൽ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്നർത്ഥം. ഖറാർ എന്ന് പറഞ്ഞാൽ ഖറാരിൻ ഒരു താവളം എന്നാണ് അതിൻ്റെ അർത്ഥം. മക്കീൻ സുരക്ഷിതമായ. അപ്പോൾ പിന്നീട് സുരക്ഷിതമായ ഒരു താവളത്തിൽ അവനെ നാം ഒരു ബീജഗണമാക്കി വെച്ചു. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് നടത്തുന്നത്? ഒന്നാമത്തെ സൃഷ്ടിപ്പ് എങ്ങനെയാണ്? ആ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അത് കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നൊരു അടുത്ത ഘട്ടം മനുഷ്യൻ്റെ ഈ വംശപരമ്പര നിലനിൽക്കാനുള്ള രീതിയാണ് ഇവിടെ അള്ളാഹു വിശദീകരിക്കുന്നത്. ഇമാം ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെ ഉത്ഭവത്തെയും അത് നിലനിൽക്കുന്ന ഭദ്രമായ സാഹചര്യത്തെയും പിന്നെ ഖുർആനിലൂടെ എന്ത് ചെയ്യാണ് അള്ളാഹു വിശദീകരിച്ചു തരികയാണ്. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് അതിൻ്റെ അവസ്ഥകൾ. ഇവിടെ ബീജത്തിൻ്റെ അവസ്ഥ നുത്തുഫ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദ്രാവകങ്ങളുടെ സത്തയാണ്. സുമ്മ ജഅൽനാഹു നുത്തുഫ എന്ന് പറഞ്ഞാൽ ആ നുത്തുഫ എന്താണ്? പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദ്രാവകങ്ങളുടെ സത്തയാണ്. ഖറാറിൻ മക്കീൻ എന്നിവിടെ പ്രയോഗിച്ച് ഈ ഖറാറിൻ മക്കീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഗർഭപാത്രമാണ്. ഖറാറിൻ മക്കീൻ എന്ന് പറഞ്ഞാൽ ഗർഭപാത്രമാണ്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള ഒന്നാണത്. ثم جعلناه هذا الإنسان المولود نطفة وهي الماء الدافق الذي يخرج من بين الصلب والترائب في قرار مكين وهي الرحم معد لذلك ومحفوظ എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. പിന്നീട് ജനിക്കാനിരിക്കുന്ന ഈ മനുഷ്യനെ ഒരു ബീജഗണമാക്കി അത് നട്ടെല്ലിനും നെഞ്ചെല്ലിനും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ദ്രാവകമാണ്. അതിനെ നാം സുരക്ഷിതമായ ഒരു സങ്കേതത്തിലാക്കി, അതായത് അതിനായി മാത്രം തയ്യാറാക്കപ്പെട്ടതും സംരക്ഷിക്കപ്പെട്ടതുമായ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ. ഇതാണ് ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? സുമ്മ ജഅൽനാഹു നുത്ഫത്തൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് സുരക്ഷിതമായ ഒരു സങ്കേതത്തിൽ ഗർഭപാത്രത്തിൽ അവനെ നാം ഒരു ബീജഗണമാക്കി വെച്ചു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ ഭാഷാപരമായ അർത്ഥങ്ങൾക്കും ആദ്യകാല പണ്ഡിതന്മാരുടെ നിരീക്ഷണങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ട് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖറാറിൻ മക്കീൻ എന്ന വാക്കെന്ന് പറഞ്ഞാൽ ഖറാർ എന്ന് പറഞ്ഞാൽ ചലനമില്ലാതെ ഒരു വസ്തുവിന് സ്ഥിരമായി ഇരിക്കാൻ കഴിയുന്ന താവളമെന്നാണ്. അപ്പം മാതാവിൻ്റെ ഗർഭാശയത്തിലാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ച. ആ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ആ കുഞ്ഞ് സുരക്ഷിതനാണ്. മാതാവിൻ്റെ ഗർഭാശയം അത് ചലനമില്ലാതെ ആ കുഞ്ഞിന് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? സുരക്ഷിതമായി വളരാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അതാണ് ഖറാറിൻ മക്കീൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മക്കീൻ എന്നാൽ യാതൊരു തരത്തിലുള്ള ബാഹ്യ ആഘാതങ്ങളും ഏൽക്കാത്ത വിധം ഭദ്രമാക്കപ്പെട്ടതാണ്. സുരക്ഷിതമായ താവളം, സുരക്ഷിതമായ കേന്ദ്രം, മനസ്സിലായില്ലേ? അപ്പോൾ പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കുഞ്ഞിനെ ഏൽക്കാതെ അതിനെ വളരെ വളരെ പിന്നെ ഏറ്റവും നല്ല രീതിയിൽ സുരക്ഷിതമാക്കി വെക്കുന്ന ഇടം, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
അതേപോലെ തന്നെ പിന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നത്, അള്ളാഹു മനുഷ്യനെ ബീജഘട്ടത്തിൽ തന്നെ നശിപ്പിച്ച് കളയാതെ അതിനെ വളർത്താൻ അനുയോജ്യമായ ഒരിടത്തേക്ക് വഴി നടത്തുന്നു. അതാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഗർഭപാത്രത്തിന് മക്കീൻ ഭദ്രമായത് എന്ന് വിശേഷിപ്പിച്ച് അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറയും, നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് എന്താ, വലഖദ് ഖലഖനൽ ഇൻസാന സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫീ ഖറാറിൻ മക്കീൻ, പിന്നീട് നാം സുരക്ഷിതമായൊരു സങ്കേതത്തിൽ അതിനെന്ത് ചെയ്തു, വെച്ചു പിന്നെ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ, ലോകം അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യും, മനുഷ്യന്മാരുണ്ടായിക്കൊണ്ടിരിക്കും, മനുഷ്യൻ്റെ ഈ പരമ്പര ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ ആ സൃഷ്ടിപ്പിന് എന്ത് ചെയ്തു, ഏറ്റവും നല്ല ഒരു സംവിധാനം ഉണ്ടാക്കി, ഏറ്റവും മനോഹരമായ രീതി ഉണ്ടാക്കി. പുരുഷൻ്റെയും സ്ത്രീയുടെയൊക്കെ ബീജത്തിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിന് അള്ളാഹു എന്ത് ചെയ്തു, വളരെ അത്ഭുതകരമായ ഒരു സൗകര്യമൊരുക്കി. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പടച്ച തമ്പുരാൻ, ആ അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹു നമ്മളെ പരിപാലിക്കുന്ന രീതി ഈ ആയത്ത് പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, വിശ്വാസികളുടെ മനസ്സിലേക്ക് വരണം. നേരത്തെ പറഞ്ഞതുപോലെ വിനയാന്വിതരാകാൻ ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത ആയത്ത് എന്താ, ഈ അടുത്ത ആയത്തിൽ ഒന്നുകൂടെ അത് വിശദീകരിക്കുന്നുണ്ട്. സുമ്മ ഖലഖ്നൻ നുത്ഫത അലഖതൻ ഫഖലഖ്നൽ അലഖത മുദ്അ ഫഖലഖ്നൽ മുദ്അത ഇളാമ ഫകസൗനൽ ഇളാമ ലഹ്മൻ ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഇതാണ് 14-ാമത്തെ ആയത്ത്. 14-ാമത്തെ ആയത്ത് ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. ഇതിൻ്റെ നേരിട്ടുള്ള അർത്ഥം എന്താ, പരിഭാഷ എന്താ, പിന്നീട് ആ ബീജഗണത്തെ നാം ഒരു ഭ്രൂണമാക്കി. സുമ്മ ഖലഖ്ന നുത്ഫത അലഖ, സുമ്മ ഖലഖ്ന നുത്ഫത അലഖ, നുത്ഫയെ നമ്മൾ എന്താക്കി, അലഖയാക്കി. പിന്നീട് ആ ബീജഗണത്തെ നാം ഒരു ഭ്രൂണമായി, രക്തക്കട്ടയായി രൂപപ്പെടുത്തി. എന്നിട്ട് എന്ത് ചെയ്തു, തുടർന്ന് ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമാക്കി മാറ്റി. പിന്നീട് ആ മാംസപിണ്ഡത്തെ നാം എല്ലുകളാക്കി വളർത്തി. ശേഷം ആ എല്ലുകളെ നാം മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി അവനെ നാം വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. വാക്കർത്ഥം എന്താ, സുമ്മ പിന്നീട്, ഖലഖ്ന നാം സൃഷ്ടിച്ചു അല്ലെങ്കിൽ നാം രൂപപ്പെടുത്തി, അന്നുതുഫ ബീജഗണത്തെ, അലഖ അലഖയായി രക്തക്കട്ടയായി, ഫഖലഖ്ന പിന്നീട് നാം രൂപപ്പെടുത്തി അൽ അലഖ ആ രക്തക്കട്ടയെ മുദ്ഗ മാംസപിണ്ഡമായി. മുദ്ഗ എന്ന് പറഞ്ഞാൽ മാംസപിണ്ഡം. പിന്നീട് ആ മാംസപിണ്ഡം മുദ്ഗ ആ മാംസപിണ്ഡത്തെ എന്താക്കി, ഇലാം എന്ന് പറഞ്ഞാൽ എല്ല്, കസൗന ഫകസൗന പൊതിഞ്ഞു, എല്ലുകളെ പൊതിഞ്ഞു എന്നർത്ഥം. ലഹ്മ് എന്ന് പറഞ്ഞാൽ മാംസം. അൻഷഅനാഹു അവരെ നാം വളർത്തിയെടുത്തു. ഖൽഖൻ ആഖർ, ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ആഖർ മറ്റൊരു സൃഷ്ടിയായി. ഫതബാറക അതിനാൽ അനുഗ്രഹപൂർണനായിരിക്കുന്നു അല്ലാഹു. അഹ്സനുൽ ഖാലിഖിൻ, അഹ്സനു ഏറ്റവും നല്ലവനാണ്, അൽ ഖാലിഖിൻ സൃഷ്ടികർത്താക്കളിൽ. ഇതാണ് ആയത്തിൻ്റെ വാക്കർത്ഥം. അപ്പം എന്താണ് ഈ ആയത്ത് പറയുന്നത്? ഇവിടെ നുതുഫ മുതൽ അലഖ വരെ, ഇത് പെട്ടെന്നൊന്ന് പറഞ്ഞോളൂ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നുതുഫ മുതൽ ആദ്യത്തെ സുമ്മ ഖലഖ്ന നുതുഫത അലഖ, നുതുഫ മുതൽ അലഖ വരെ പുരുഷൻ്റെയും സ്ത്രീയുടെയും ബീജങ്ങൾ സംയോജിച്ച ദ്രാവകമാണ് നുതുഫ. ഗർഭപാത്രത്തിൻ്റെ ചുമരുകളിൽ കട്ട പിടിച്ച ചോര പോലെ തൂങ്ങിക്കിടക്കുന്ന ഒന്നായി അലഖ മാറുന്നു. മനസ്സിലായി? നുതുഫയെ അള്ളാഹു എന്താക്കും, അലഖയാക്കും. ഈ അലഖ എന്ന പദത്തിന് അറബിയിൽ 3 അർത്ഥങ്ങളുണ്ട്. അലഖ എന്ന് പറഞ്ഞാൽ ഒന്ന് അട്ട, ഈ അട്ടനെ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ കാലുമലൊക്കെ, പിന്നെ കാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന അട്ട, അങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, അതാണ് ഒരർത്ഥം. തൂങ്ങിക്കിടക്കുന്നത് എന്നൊരർത്ഥമുണ്ട്, രക്തക്കട്ട എന്നർത്ഥം. ഈ 3 അർത്ഥം പ്രയോഗിച്ചാലും പിന്നെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തിൻ്റെ പ്രാരംഭ ഘട്ടം ഈ 3 അർത്ഥങ്ങളോടും ഒത്തുപോകുന്ന ഒന്നാണ്. അപ്പോൾ മനുഷ്യൻ്റെ ബീജം ആ നുതുഫ എന്താകും, അലഖയായി മാറും. സ്ത്രീയുടെയും പുരുഷൻ്റെയും ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ആ പിന്നെ നുതുഫയെ എന്ത് ചെയ്തു, ഗർഭപാത്രത്തിലെത്തിച്ചു. ആ ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച് അട്ടയെ പോലെ തൂങ്ങിക്കിടക്കുന്ന രക്തകട്ടയായിട്ട് എന്ത് ചെയ്യും, അത് അള്ളാഹു മാറ്റുകയാണ്. സുമ്മ ഖലഖ്ന നുതുഫത അലഖ. ഇനി അലഖ മുതൽ
മുതുക വരെ. ഫഖലഖ്നൽ അലഖത മുദ്അ, ഫഖലഖ്നൽ അലഖത മുദ്അ. പിന്നീട് അതൊരു മാംസ കഷ്ണമായി മാറുന്നു, മുതുകയായി മാറുന്നു. ഒരു രക്തക്കട്ടയാണ്, ആദ്യം ബീജാണ്, പിന്നെ അത് രക്തക്കട്ട അലക്കയായി, ആ അലക്കയിൽ നിന്ന് പിന്നെ മുതുകയായി. മുതുക എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു മാംസ കഷ്ണമായി മാറുന്നു. ഈ മാംസ കഷ്ണമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ പിന്നെ അതിൽ വ്യക്തമാകുന്ന, അതേപോലെ തന്നെ സൃഷ്ടിപ്പ് വ്യക്തമാക്കാത്തതുമായ ഘട്ടങ്ങൾ അതിലുണ്ട്. ഞാൻ ഒന്നും കൂടി പറയാം. അള്ളാഹു ആ മാംസപിണ്ഡമാക്കി മാറ്റുമ്പോൾ അതിൽ സൃഷ്ടിപ്പ് വ്യക്തമായതും മാംസപിണ്ഡത്തിൽ അവയവങ്ങളുടെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതും എന്നാൽ പ്രത്യക്ഷപ്പെടാത്തതുമായ ഘട്ടങ്ങൾ ഏത് ഘട്ടത്തിൽ നടക്കുന്നുണ്ട്? മുതുക എന്ന് പറയുന്ന ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ആദ്യം നുത്തുഫയെ അലക്കയെ മുതുകയാക്കി. ഇനി ഈ മുതുക എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ചവച്ചരച്ച പല്ലടയാളമുള്ള മാംസം എന്നാണ്. ചവച്ചരച്ച പല്ലടയാളമുള്ള മാംസം. നമ്മൾ കുഞ്ഞിൻ്റെ വിവിധ ഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഘട്ടത്തിൽ ഭ്രൂണത്തിൻ്റെ പിറകിൽ ഇത് രൂപപ്പെടും, ഈ മുതുക രൂപപ്പെടും. ഇത് കാണാൻ കൃത്യമായി പല്ലുകൊണ്ട് കടിച്ച മുറിവുകൾ പോലെയുണ്ടാകും. അത് ഫോട്ടോ ഒക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അള്ളാഹു പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്, ഖുർആനിൽ പറഞ്ഞത് ശരിയാണ്. പിന്നെയോ ഫഖലഖ്നൽ മുദ്ഗത ഇളാമ, ആ മുതുകയെ മാംസപിണ്ഡത്തെ എന്താക്കി? എല്ലുകൾ കൊണ്ട് അസ്ഥികൾ, അള്ളാഹു ആ മാംസപിണ്ഡത്തിൽ അസ്ഥികൾ രൂപപ്പെടുത്തും. തല, കൈകൾ, കാലുകൾ, മറ്റു അസ്ഥികൾ ഇവയൊക്കെ വേർതിരിയും. എന്നിട്ട് അതിനുശേഷം ആ എല്ലുകൾക്ക് മുകളിലൂടെ മാംസം കൊണ്ട് ആവരണം തീർക്കും. അപ്പം ഇങ്ങനെയാണ് അള്ളാഹു ഗർഭപാത്രത്തിൽ വെച്ചൊരു കുഞ്ഞിനെ എന്ത് ചെയ്യുന്നത്? രൂപപ്പെടുത്തുന്നത്. അസ്ഥിയും മാംസവും ഉണ്ടാകും. ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയത് ഭ്രൂണത്തിൻ്റെ ആദ്യം അസ്ഥികളിലൂടെ, അഥവാ കാർട്ടിലേജ് രൂപപ്പെടുന്ന പറയാം. അഥവാ ആ കാർട്ടിലേജ് രൂപപ്പെട്ടതിന് ശേഷമാണ് പേശികളുടെ മസിൽസ് ഉണ്ടാകുന്നത്. ആ അസ്ഥികളെ വരിഞ്ഞു മുറുക്കിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വളരുന്നത്, ഈ മസിൽസ് വളരുന്നത്. ഖുർആൻ പറഞ്ഞ എന്താ? എല്ലുകളെ സൃഷ്ടിച്ചു, പിന്നീട് അതിന് മാംസം ധരിപ്പിച്ചു. വളരെ കൃത്യമാണ് ഖുർആൻ്റെ പ്രയോഗങ്ങൾ. അതിലൊരു അബദ്ധവും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താൻ പറ്റുന്നില്ല. പിന്നെ അല്ലാഹു പറയുന്നത് സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് നാം അതിനെ മറ്റൊരു സൃഷ്ടിയാക്കിയതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ അലക്ക, നുതുഫ, അലക്ക, മുദ്ഗ, ഇളാമ് കൊണ്ടുവന്നു. ആ ഇളാമിന് എന്ത് ചെയ്തു? വീണ്ടും അതിനെ ഫഖലഖ്നൽ മുദ്അത ഇളാമൻ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ, പിന്നീട് അതിനെ വേറെ ഒരു സൃഷ്ടിയാക്കി മാറ്റി. ഇമാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ റൂഹ് ഊതപ്പെടുന്ന ഘട്ടമാണത്. ഇപ്പം നമ്മൾ വിശദീകരിച്ച സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ എന്ന് പറഞ്ഞ ആ കാലഘട്ടം ഏതാ? മനുഷ്യൻ്റെ ഈ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് റൂഹ് ഊതപ്പെടുന്ന ഒരു കാലഘട്ടം. അതുവരെ വെറുമൊരു ജൈവപിണ്ഡമായിരുന്ന ഒന്നിലേക്ക് ജീവനും ബോധവും കേൾവിയും കാഴ്ചയൊക്കെ കടന്നു വരികയാണ്. വേറൊരു സൃഷ്ടിയായിട്ട് എന്ത് ചെയ്യുക? തികച്ചും വ്യത്യസ്തമായ ഒരു മനുഷ്യനായിട്ട് അത് മാറുകയാണെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസിൽ ഇത് വളരെ കൃത്യമായി നമുക്ക് വായിക്കാൻ പറ്റും. നബി പറയുന്നുണ്ട്, തീർച്ചയായും നിങ്ങളിൽ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പ് അവൻ്റെ ഉമ്മയുടെ വയറ്റിൽ 40 ദിവസം നുതുഫയായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. പിന്നീട് അതുപോലെ മറ്റൊരു 40 ദിവസം അലഖ്, ഭ്രൂണമായിട്ട് എന്ത് ചെയ്യുന്നു? മാറുന്നു. പിന്നീട് അതുപോലെ മറ്റൊരു 40 ദിവസം മുദ്ഗ, മാംസപിണ്ഡമായി മാറുന്നു. അതിനുശേഷം അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. ആത്മാവ് ഊതുന്നു. അവൻ സഈദാണോ, ഷഖീയാണോ, സൗഭാഗ്യവാനാണോ, ദൗർഭാഗ്യവാനാണോ, അവൻ്റെ റിസ്ഖ് എന്താണ്, എന്നാണ് അവൻ മരിക്കുക, ഇതൊക്കെ രേഖപ്പെടുത്തും. 4-ാമത്തെ മാസം. ഇത് സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം. മനസ്സിലായി? ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് പഠിക്കുന്ന ഒരാൾക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റും, അള്ളാഹുവിനെ അറിയാൻ പറ്റും. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മാത്രം ആധുനിക കാലഘട്ടത്തിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഗർഭപാത്രത്തിലൊക്കെ കാണാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടം, മനുഷ്യൻ്റെ ഗർഭപാത്രത്തെക്കുറിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ലാത്ത, ശാസ്ത്രീയമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ള മനുഷ്യന് മനസ്സിലാക്കിക്കൂടെ അള്ളാഹുവാണ് ഇത് പഠിപ്പിക്കണം എന്നുള്ളത്? എങ്ങനെ നബി നിരക്ഷരനാണ്? ഒരു ശസ്ത്രക്രിയ നബി നടത്തിയിട്ടില്ല, ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഒന്നില്ല. നമ്മൾ ഇന്ന് കാണുന്ന പോലുള്ള സ്കാനിങ് മെഷീനുകളോ ഈ അത്ഭുത ഒന്നുമില്ലാത്ത കാലഘട്ടം. അന്ന് നബി പറഞ്ഞ എത്ര ക്ലിയറാണ്.
അള്ളാൻ്റെ റസൂൽ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു അബദ്ധവുമില്ലാത്ത ഭാഗമാണത്. അതുകൊണ്ട് തന്നെയാണ് കാനഡയിലെ കനേഡിയനായ പ്രശസ്ത അനാട്ടമി പ്രൊഫസറും ഭ്രൂണശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ കീത്ത് മോർ, അറിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഖുർആനിലെ ഈ വചനങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് അദ്ദേഹം ഡെവലപ്പിംഗ് ഹ്യൂമൻ, ഒരു മനുഷ്യൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. മനുഷ്യൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ വിശദീകരിക്കുമ്പോൾ അവിടെ അദ്ദേഹം ഈ ആയത്താണ് കൊണ്ടുവരുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ ആയത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് പഠിക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 12ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചു. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മനുഷ്യൻ്റെ ഒന്നാമത്തെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് മനുഷ്യ പരമ്പര നിലനിൽക്കുന്നത്, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്, അതിൻ്റെ തുടർച്ച എന്താണ്, അത് നമ്മളെ പഠിപ്പിച്ചു. സുമ്മ ജഅൽനാഹു നുത്ഫതൻ ഫി ഖറാറിൻ മഖീൻ. ആ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് സുമ്മ ഖലഖന നുത്ഫത അലഖ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അത്തരം കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഈ 3 ആയത്തുകളും ഒന്ന് മനസ്സിരുത്തി വായിച്ച് പഠിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്ത് പഠിച്ചു പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനും അല്ലാഹുവിനെ മനസ്സിലാക്കാനും എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തരും സമയം കണ്ടെത്തേണ്ടതുണ്ട്. ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്ന റബ്ബിനെക്കുറിച്ചുള്ള അള്ളാഹു എത്ര അനുഗ്രഹപൂർണനായിരിക്കുന്നു. സൃഷ്ടികർത്താക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവാര പടച്ചോനാണ് എന്ന ബോധം ഈ ആയത്ത് നമുക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പരലോക വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ഒരു മുൻ മാതൃകയില്ലാതെയാണ് പടച്ചോൻ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമ്മൾ മരിച്ച് കബറിൽ കിടന്നാൽ ആ കബറിൽ നിന്ന് വീണ്ടും നമ്മളെ കൊണ്ടുവരാനും മനുഷ്യൻ്റെ വീണ്ടും പുനർജീവിപ്പിക്കാനും അള്ളാഹുവിന് കഴിയുമെന്ന പരലോക വിശ്വാസം എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിനെ മനസ്സിലാക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു നൽകിയ ജീവിതത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി പരലോകത്ത് വിജയം വരിക്കുന്ന വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.